ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിം സീസൺ 2 എപ്പിസോഡ് 1 ആണ്. തന്റെ മകളെ കാണാൻ വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിട്ട് നമ്മുടെ ഹീറോ വരുന്നു. മകളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു വന്നോണ്ടിരുന്നപ്പോ ഓപ്പോസിറ്റ് സൈഡില് ഒരു മനുഷ്യൻ നമ്മുടെ ഹീറോയിനെ ആ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സെയിം പ്രൊസീജിയറിൽ തന്നെ വേറെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണുന്നു. അത് കണ്ടിട്ട് ഹീറോ അവിടുന്ന് അവനെ പിടിക്കാൻ വേണ്ടിട്ട് ഓടുന്നു. അന്നേരത്തേനും അവൻ ട്രെയിനിൽ കയറി എസ്കേപ്പ് ആകുന്നു. അത് കണ്ട ഹീറോ ആ ചെറുക്കന്റെ കയ്യിലിരുന്ന വിസിറ്റിംഗ് കാർഡ് വാങ്ങിച്ച് നോക്കുന്നു. എന്നിട്ട് ഹീറോ എയർപോർട്ടിൽ വന്നിരുന്നിട്ട് മകളെ കാണാൻ പോണോ വേണ്ടയോ, ആ വൃദ്ധൻ മരിച്ചതിന് ശേഷമെങ്കിലും ടൂർണമെന്റ് ഒക്കെ സ്റ്റോപ്പ് ആയി കാണും എന്നോർത്തപ്പോ വേറെ ആരാണ്ട് വീണ്ടും ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് പോയി സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന ലാസ്റ്റ് മിനിറ്റിൽ ആ വിസിറ്റിംഗ് കാർഡിലുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. അന്നേരം ഓപ്പോസിറ്റ് ലൈനില് ആ മാനേജർ കോൾ പിക്ക് ചെയ്യുന്നു. നീ നിന്റെ മകളെ കാണാൻ വേണ്ടിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. നിന്റെ പണി എന്താണോ അത് മാത്രം നീ നോക്കിയാൽ മതി. ആവശ്യമില്ലാതെ ഞങ്ങളുടെ വഴിയിൽ നീ വരരുതെന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോ, ഞാൻ നീ വളർത്തുന്ന കുതിരയല്ല, നീ പറയുന്നതൊക്കെ കേട്ടിട്ട് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാതെ പുറത്തേക്ക് വന്ന് ഒരു ടാക്സി പിടിക്കുന്നു. എന്നിട്ട് ഹീറോ ബാത്റൂമിൽ ചെന്നിട്ട് അവന്റെ ബോഡി മുഴുവനും അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. അന്നേരം ചെവിയുടെ പുറകിൽ ഏതാണ്ടുള്ളതുപോലെ അവന് തോന്നുന്നു. അതെന്താണെന്ന് എടുത്തു നോക്കിയപ്പോ ടാബ്ലറ്റ് പോലെ ഒരു ഡിവൈസിനെ അവര് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ തന്റെ ബ്രദറായ മാനേജർ ഷൂട്ട് ചെയ്ത് കടലിന്റെ അകത്തേക്ക് വീണ് മരിച്ചെന്ന് നമ്മൾ ഓർത്തോണ്ടിരുന്ന മനുഷ്യനെയാണ് കാണിക്കുന്നത്. ഇത്രയും ദിവസം കോമ സ്റ്റേജിലിരുന്ന് ഇവൻ ഇപ്പോ കണ്ണു തുറക്കുന്നു. അവൻ കണ്ണു തുറക്കുന്നത് കണ്ട് അവന്റെ അമ്മ എന്റെ മകൻ കണ്ണു തുറന്നു, ഡോക്ടറെ വേഗം ഓടിവാന്ന് വിളിക്കുന്നതും ആണ് കാണിക്കുന്നത്. സോ ഹീറോയിനെയും ഈ പോലീസിനെയുമാണ് മെയിൻ ആക്കി ഈ സ്റ്റോറി ഈ സീസണിൽ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. അവൻ ആ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞുള്ള ആഫ്റ്റർ 2 years എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നു. എല്ലാം മറന്ന് ട്രാഫിക് പോലീസിന്റെ ജോലിയിൽ ഇവൻ ജോയിൻ ചെയ്യുന്നു. ഹെൽമെറ്റ് ഇടാത്തവർക്ക് ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഇവൻ പോലീസ് ആയിട്ടിരുന്നപ്പോ ഉണ്ടായിരുന്ന അവന്റെ സീനിയർ ഓഫീസർ ഇവനെ കണ്ടിട്ട് ഇതൊക്കെ ഒരു പണിയാണെന്നും പറഞ്ഞാണോടാ നീ അത്രയും നിർബന്ധിച്ച് ട്രാൻസ്ഫർ വാങ്ങിച്ചോട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നു. അന്നേരം സീനിയർ ഏടായി ട്രാഫിക് പോലീസിന്റെ ജോലി നിനക്ക് ഉപേക്ഷിച്ചൂടെ, എന്നിട്ട് വീണ്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് ജോയിൻ ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. അവൻ അതിന് മറുപടി ഒന്നും പറയാതെ ഇരിക്കുന്നു. അവൻ ഹോസ്പിറ്റലിൽ കണ്ണു തുറന്ന ഉടനെ ആ ഐലാൻഡിലെ കാര്യങ്ങളൊക്കെ ഈ പോലീസിനോട് പറഞ്ഞതായിരുന്നു. പക്ഷെ ഇത്രയും ദിവസങ്ങളായിട്ടും ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഐലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവരെ കൊണ്ട് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവൻ വെള്ളത്തിൽ വീണ സമയത്ത് ഇവന്റെ ഫോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് ഇവനെ കൊണ്ട് അത് ട്രേസും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. ഇവൻ തിരിച്ചും സീനിയർ ഓഫീസിനോട് ആ കാര്യങ്ങൾ ചോദിക്കുന്നു. അന്നേരം സീനിയർ ഓഫീസ് അവനോട്, നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ട്രേസ് ചെയ്യാൻ നമുക്ക് ഒരു എവിഡൻസും ഇല്ല. ആകെ ഉള്ള എവിഡൻസ് നിന്റെ ഷോൾഡറിൽ നിന്ന് എടുത്ത ആ ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. മരണത്തിനെ എന്തോരം അടുത്താണ് ചെന്ന് നീ കണ്ടിട്ട് വന്നതെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ഹോസ്പിറ്റലിൽ നീ കണ്ണു തുറന്നപ്പോ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ട്രൈ ചെയ്തോണ്ടിരുന്നപ്പോ ഞാനാണ് അവന്മാരുടെ കയ്യിലും കാലയിലും പിടിച്ച് നല്ല ചെറുക്കനാണ് വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. ഇവൻ അതൊന്നും കെയർ ചെയ്യാതെ ഇരിക്കുന്നു. നിന്നെ ആരാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലും നിനക്ക് ഓർമ്മയില്ലെന്ന് സീനിയർ ഓഫീസർ ചോദിക്കുന്നു. അതിനവൻ ഒന്നും പറയാതെ ഇരിക്കുന്നു. അവന്റെ ബ്രദറാണ് അവനെ ഷൂട്ട് ചെയ്തതെന്നുള്ള സീക്രട്ട് അവൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അടുത്ത സീനിൽ ഫ്ലാഷ് ബാക്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നു. ആദ്യം ചേട്ടന് ഇവനാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ ഇവന്റെ ചേട്ടനാണെന്ന് ഇവൻ മനസ്സിലാക്കുന്നത്. അന്നേരം അവൻ മാസ്ക് റിമൂവ് ചെയ്തിട്ട് എന്റെ കൂടെ നീയും ജോയിൻ ചെയ്യ്, അതാണ് നിനക്ക് സേഫ് എന്ന് പറയുന്നു. പക്ഷെ ഇവൻ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഇവനെ അവൻ ഷൂട്ട് ചെയ്യുന്നു. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ ഹീറോ അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്തുള്ളതൊക്കെ കാണാൻ വേണ്ടിട്ട് CCTV ക്യാമറ സെറ്റ് ചെയ്ത് അവൻ വെച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണ്ട് കോളിംഗ് ബെല്ല് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് ഗൺ എടുത്തോണ്ട് ആരാണെന്ന് ചോദിക്കുന്നു.
എന്നിട്ട് നോക്കിയപ്പോ ഡോറിന്റെ അടിയിൽ ആ ഗെയിം കണ്ടക്ട് ചെയ്യുന്നവരുടെ വിസിറ്റിംഗ് കാർഡ് കിടക്കുന്നത് അവൻ കാണുന്നു. നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങളെ കൊണ്ട് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നതായിരിക്കും ഇത്. അവൻ ആ ഗൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ആ ബ്ലാക്ക് മാൻ വന്ന് നിൽക്കുന്നത് കാണിക്കുന്നു. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ അവൻ സ്വപ്നം കണ്ടോണ്ടിരുന്നതാണെന്ന്. ഇവൻ കുറെ പൈസ കൊടുത്ത് കുറെ പേരെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാരുള്ള സ്ഥലത്താണ് ആ ടൂർണമെന്റിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ആ സെയിൽസ്മാൻ വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇവൻ ശ്രമിക്കുന്നത്. നാളെ ഒരു സ്റ്റേഷനിൽ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുന്നത്രയും ആൾക്കാരെ അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തണം. അവൻ 3 വർഷത്തിനു മുമ്പ് എന്നെയും ഇതുപോലെയാണ് ആ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതെന്നും എന്നെയും ആ ഗെയിമിൽ സെലക്ട് ചെയ്തതെന്നും പറയുന്നു. അന്നേരം ഈ മനുഷ്യൻ അതിന് ഒത്തിരി ചെലവാകുമല്ലോ എന്ന് പറയുന്നു. അന്നേരം ഒരു ബാഗ് ഫുള്ളായിട്ട് പൈസ എടുത്തു കൊടുക്കുന്നു. ഈ മനുഷ്യൻ വേറെ ആരുമല്ല, ഫസ്റ്റ് സീസണിൽ ഹീറോയ്ക്ക് പലിശയ്ക്ക് പൈസ കൊടുത്ത ആ മനുഷ്യനാണ്. പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഫസ്റ്റ് സീസണിൽ ഹീറോയ്ക്ക് പൊതിരെ മടി കൊടുത്ത ആ സെയിം മനുഷ്യൻ തന്നെയാണിത്. ഇതുവരെ ഹീറോ പറഞ്ഞ ഒന്നും തന്നെ ആ മനുഷ്യന്റെ ആൾക്കാര് വിശ്വസിക്കുന്നില്ല. പക്ഷെ അവന്റെ അടുത്ത് കുറെ പൈസ ഉണ്ടെന്നുള്ളത് ഇവന്മാര് വിശ്വസിക്കുന്നു. ഇവൻ പറയുന്നതൊക്കെ കേട്ട സത്യമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് ആരും വെള്ളം അടിക്കാതെ പോയി കിടക്കണം. വെളുപ്പിനെ 6 മണിക്ക് തന്നെ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങണമെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിക്കും. നാളെ എങ്ങനെയെങ്കിലും ഇവൻ പറയുന്ന ആ മനുഷ്യനെ പിടിക്കണം. അവൻ പറയുന്നത് നേരാണോ നുണയാണോ, പക്ഷെ അവന്റെ അടുത്ത് പൈസയുള്ളത് മാത്രം കൺഫേം ആണ്. അതുകൊണ്ട് അവന്റെ അടുത്തുനിന്ന് നമുക്ക് ഒത്തിരി പൈസ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നു. നമ്മൾ മാത്രം അവൻ അന്വേഷിക്കുന്ന ആ മനുഷ്യനെ കണ്ടുപിടിച്ചു കൊടുത്താൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അമൗണ്ട് പൈസ അവൻ നമുക്ക് തരാൻ പറഞ്ഞിട്ടുള്ളത് എന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് അവന്മാർക്ക് ഇൻട്രസ്റ്റ് കൂടുന്നു. നെക്സ്റ്റില് നമ്മുടെ പോലീസിനെയാണ് കാണിക്കുന്നത്. ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അന്നേരം ബോട്ടിന്റെ ക്യാപ്റ്റൻ അവൻ ഒരു ജാക്കറ്റ് കൊടുക്കുന്നു. സാറ്റർഡേ സൺഡേ ലീവ് ഉള്ളപ്പോഴൊക്കെ ആ ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് ഇവൻ ആ ഐലാൻഡ് തപ്പി നടക്കുവാണെന്നാണ് തോന്നുന്നത്. അവന്റെ കയ്യിലുള്ള മാപ്പിൽ അവൻ ഇതുവരെ പോയ സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ഹീറോ അവന്മാരെ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നു. ഒരു സൈഡിൽ ഈ പോലീസും അവന്മാരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ഒരു 100 പേരിന് മേളിൽ കാണും. ഇവർ അന്വേഷിക്കുന്ന ആ സെയിൽസ്മാന്റെ പ്രതിമയെ വെച്ചിട്ട് അവന്റെ കയ്യിൽ റെഡ് ആൻഡ് ബ്ലൂ കളറിൽ എൻവലപ്പ് ഉണ്ട്, കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡും ഉണ്ട്, പിന്നെ ഒരു സ്യൂട്ട് കേസും കാണും എന്നൊക്കെ അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ഈ മനുഷ്യൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അടയാളത്തോടു കൂടെയുള്ള ഈ മനുഷ്യനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ഏരിയയും അലോട്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ പോകുന്ന സെർച്ച് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആരാണോ ഫസ്റ്റ് കണ്ടുപിടിച്ചു കൊടുക്കുന്നോ ആ മനുഷ്യന് പ്രൈസ് മണിയിൽ നിന്ന് കിട്ടുന്ന അമൗണ്ടിൽ ഹാഫ് ഷെയർ തരുമെന്നും പറയുന്നു. എന്നിട്ട് ഓരോരുത്തരും അവരവർക്ക് അലോട്ട് ചെയ്ത പ്ലേസിലേക്ക് പോകുന്നു. അവന്മാര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്ത് അയക്കുന്നു. അതൊക്കെ നമ്മുടെ ഹീറോ കണ്ടോണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നമ്മുടെ പോലീസും സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഈ ക്യാപ്റ്റനാണ് പോലീസിനെ കടലിൽ നിന്ന് രക്ഷിച്ചത്. ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് രക്ഷിച്ചത്. പക്ഷേ ആ 10 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ കുറെ ഐലാൻഡുകൾ ഉള്ളത് കൊണ്ട് അത് കണ്ടുപിടിക്കുന്നത് അത്ര ഈസി അല്ലെന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നു. ഒരു സൈഡിലാണെങ്കിൽ ആ സെർച്ചിങ് ഗ്രൂപ്പ് അവന്റെയൊക്കെ വാക്ക് കേട്ട് പട്ടി നടക്കുന്ന പോലെ നമ്മള് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലും ഒക്കെ കേറി മിറങ്ങിയും ജീവിച്ചുകൊണ്ടിരിക്കുവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവരുടെ ഓപ്പോസിറ്റില് ആ ഗെയിമിലേക്ക് ഒരാളിനെ ഈ സെയിൽസ്മാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് കാണുന്നു. അത് കണ്ട ഉടനെ ഇവന്മാരെ ഹീറോയ്ക്ക് കോൾ ചെയ്ത് പറയുന്നു. ഏത് സ്റ്റേഷനാണ് എവിടെയാണെന്നൊക്കെ ഹീറോ ചോദിച്ചിട്ട് കാറിൽ പറന്നു വരുന്നു. ഇവിടെ ഇവന് സെയിൽസ്മാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് പോകുന്നു. ഇവന്റെ ഗേൾഫ്രണ്ട് കോൾ ചെയ്യുന്നു. പക്ഷെ അവൻ ആ കോള് പിക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് സെയിൽസ്മാൻ ഒരു ബാഗ് ഫുള്ളായിട്ടും ബണ്ണും ലോട്ടറി ടിക്കറ്റും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പുറകിൽ ഇവന്മാരും ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നു. ഫോളോ ചെയ്താൽ മാത്രം മതി, പിടിക്കണ്ട, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നെന്ന് ഹീറോ പറയുന്നു. ഫോട്ടോ എടുത്ത് പ്രൂഫിന് വേണ്ടിയിട്ട് ഹീറോയ്ക്ക് അയക്കുന്നു. അത് അവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഹീറോ കാറിൽ കുറച്ചുകൂടെ സ്പീഡിൽ പറക്കാൻ തുടങ്ങുന്നു. സെയിൽസ്മാൻ അവിടെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു കയ്യിൽ ബണ്ണും ഒരു കയ്യിൽ ലോട്ടറി ടിക്കറ്റും വെച്ച് നീട്ടുന്നു. സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ അത് കിട്ടും. പക്ഷെ ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ബണ്ണ് അല്ലെങ്കിൽ ടിക്കറ്റ്, ഏതാണെന്ന് അവൻ ചോദിക്കുന്നു. അവൻ ലോട്ടറി ടിക്കറ്റ് സെലക്ട് ചെയ്യുന്നു. സ്ക്രാച്ച് ചെയ്തപ്പോ പ്രൈസ് മണി കിട്ടുന്നില്ല. അങ്ങനെ സെയിൽസ്മാൻ കുറെ പേരുടെ അടുത്ത് കൊടുക്കുന്നു. സ്ക്രാച്ച് ചെയ്യാൻ ഒരു കോയിനും കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിക്കുന്നു.
ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുന്ന ആരും തന്നെ വിന്നാകുന്നില്ല. ചിലര് മാത്രമേ ബൺ വാങ്ങിക്കുന്നുള്ളൂ. ഇവരെ ആരെയും അവൻ ആ ഗെയിമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ഇവന്മാര് രണ്ടുപേരും ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെ ഇരുന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇവൻ പെട്ടെന്ന് ബാഗിൽ ഇരുന്ന ബണ്ണ് മുഴുവനും താഴോട്ട് ഇടുന്നു. അത് കണ്ടിട്ട് ഒരു മനുഷ്യൻ ബണ്ണെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അന്നേരം സെയിൽസ്മാൻ, നിനക്ക് കൊടുത്ത ചാൻസ് തീർന്നു, ഒന്നെങ്കിൽ ബണ്ണ് അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മര്യാദയ്ക്ക് അന്നേരം തന്നെ ബണ്ണ് വാങ്ങിച്ചു കഴിച്ചാ പോരായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ ബണ്ണ് മുഴുവനും അവന്റെ ഷൂ ഇട്ട കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നു. 20നും മേളിലുള്ള ആൾക്കാര് ലോട്ടറി ടിക്കറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രസ്ട്രേറ്റ് ആയ അവൻ ബണ്ണ് മുഴുവനും ചവിട്ടി വേസ്റ്റ് ചെയ്യുന്നു. ഒരു സൈഡിൽ ഓവർ സ്പീഡിൽ വന്ന നമ്മുടെ ഹീറോയിനെ ട്രാഫിക് ജീപ്പ് ഫോളോ ചെയ്ത് വരുന്നു. ഓവർ സ്പീഡ് ആയതുകൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. നമ്മുടെ പോലീസ് അല്ല, അവന്റെ പാർട്ട്ണറാണ് ഇപ്പൊ ഇവനെ വണ്ടി നിർത്താൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇവന്മാര് രണ്ടുപേരും അവനെ ഫോളോ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെ പോകുന്നു. അന്നേരം അവന്റെ കൂടെ ഇരുന്നവൻ, ചേട്ടാ എന്റെ കല്യാണമാണെങ്കിൽ ഇപ്പോഴാ കഴിഞ്ഞത്, അവനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവൻ നമ്മളെ കണ്ടുപിടിച്ച എന്റെ കെട്ടിയോളുടെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അതിന് ഇവൻ, എടാ നിന്റെ കല്യാണം നടത്തി തന്നത് തന്നെ ഞാനല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഇവന്മാര് രണ്ടുപേരും കൂടെ സെയിൽസ്മാനിനെ ഒരു സ്ട്രീറ്റിന്റെ അകത്ത് വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അന്നേരം സെയിൽസ്മാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവന്മാരും കത്തിയൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ അവന്മാരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഓവർ സ്പീഡിൽ വന്നത് കൊണ്ട് ട്രാഫിക് പോലീസ് ഫൈൻ അടിക്കുന്നു. ഫൈൻ കെട്ടാൻ പറയുന്നു. നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അന്നേരം നമ്മുടെ പോലീസ്, ആരാടാ ഇത്രയും സ്പീഡിൽ പോകുന്നത്, അവനെ നീ ചെക്ക് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അതിന് അവന്റെ പാർട്ട്ണർ, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, ഈ മനുഷ്യന്റെ മേളിൽ ഇതുവരെയും FIR-ഓ വേറെ കംപ്ലൈന്റുകളോ ഒന്നും തന്നെ ഇല്ല, ഞാൻ ഡേറ്റ ചെക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് ആ ഡേറ്റ പോലീസ്മാനെ കാണിക്കുന്നു. ആ ഡേറ്റയിൽ പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ ഫോട്ടോ ഇല്ല. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നു നമ്മുടെ പോലീസ്മാൻ. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് ആ പേര് സെർച്ച് ചെയ്ത് നോക്കുന്നു. അന്നേരം ഹീറോയുടെ ഫോട്ടോയിനെ കമ്പ്യൂട്ടറിൽ കാണുന്നു. ആ ഗെയിമിൽ കളിച്ച് അതിൽ ഒരാള് മാത്രമേ ജീവനോടെ പുറത്തു വന്നെങ്കിൽ ആ മനുഷ്യൻ മാത്രമേ ആ ഗെയിമിൽ വിൻ ചെയ്തിട്ടുള്ളെന്ന് ഇവൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനെ പിടിച്ച് എൻക്വയറി ചെയ്താൽ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇവൻ ചിന്തിക്കുന്നു. എന്നിട്ട് ഹീറോ ഓടിച്ചോണ്ട് പോയ വണ്ടിയുടെ നമ്പറിനെ സെർച്ച് ചെയ്ത് നോക്കുന്നു. അന്നേരം അതൊരു ടാക്സിയാണ്, റെന്റിനാണ് എടുത്തതെന്ന് ഇവൻ മനസ്സിലാക്കുന്നു. പോലീസ്മാൻ എന്നിട്ട് ആ ടാക്സി റെന്റിന് കൊടുത്ത സ്ഥലത്ത് തന്നെ ചെന്ന് എൻക്വയറി ചെയ്യുന്നു. അവരൊരു കമ്പനിയുടെ പേര് പറഞ്ഞ് ആ കമ്പനിക്കാരാണ് റെന്റിന് ആ ഡേറ്റിൽ കാർ എടുത്തതെന്ന് പറയുന്നു. പോലീസ്മാൻ ആ കമ്പനിയുടെ അഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോ GPS ട്രാക്ക് ചെയ്ത് പലിശക്കാരന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. അവിടെ വന്ന് നോക്കിയപ്പോ അവന്മാരെ രണ്ടുപേരെയും കാണാനില്ല. ഹീറോ സൂക്ഷിച്ചു നോക്കിയപ്പോ അവിടെ ഒരു കത്തി കിടക്കുന്നത് കാണുന്നു. പിന്നെ സൈഡിലൊക്കെ ബ്ലഡ് ഉള്ളതും കാണുന്നു. ഹീറോ ഇവന്മാരെ തപ്പി നടക്കുന്നതൊക്കെ സെയിൽസ്മാൻ ഒരു ബിൽഡിംഗിന്റെ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഹീറോ അവിടുന്ന് പോയി കഴിഞ്ഞ ഉടനെ സെയിൽസ്മാൻ അകത്തേക്ക് ചെന്നിട്ട് ഒരു റേഡിയോ ഓൺ ചെയ്യുന്നു. എന്നിട്ട് അവന്മാരോട് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാൻ പറയുന്നു. എന്നിട്ട് കയ്യിലൊരു ഗൺ എടുത്തിട്ട് അതിലൊരു ബുള്ളറ്റ് മാത്രം ലോഡ് ചെയ്യുന്നു. ആ ഗണ്ണിൽ 6 ബുള്ളറ്റ് ഇടാം, പക്ഷെ ഇവൻ ഒരു ബുള്ളറ്റ് മാത്രമേ അതിൽ ലോഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് സെയിൽസ്മാൻ അവരോട്, ഓരോ പ്രാവശ്യം ഓരോ ആള് തോക്കുമ്പോഴും ഞാൻ ഈ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഫസ്റ്റ് റൗണ്ടിൽ പലിശയ്ക്ക് കൊടുക്കുന്നവൻ കളിക്കുന്നു, പക്ഷെ കൂടെയുള്ള ആ ആൾ പേടിച്ചിട്ട് കളിക്കാതെ ഇരിക്കുന്നു. അന്നേരം ഡിസ്ക്വാളിഫൈഡ് ആയെന്ന് പറയുന്നു. എന്നിട്ട് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു, പക്ഷെ അതില് ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യത്തിന് ആ മനുഷ്യൻ രക്ഷപ്പെടുന്നു. നെക്സ്റ്റ് റൗണ്ട് കളിക്കാൻ പറയുന്നു. അങ്ങനെ വിൻ ചെയ്യാത്തവരെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഇങ്ങനെ 5 റൗണ്ട് കഴിയുന്നു. ഇത് 6ാമത്തെ റൗണ്ടാണ്. ഈ പ്രാവശ്യം ഏതായാലും ആ ഗണ്ണിൽ ബുള്ളറ്റ് ഉണ്ട്. ആര് തോക്കുന്നോ അവര് തീർച്ചയായിട്ടും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവന്മാരാണെങ്കിൽ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങുന്നു. അന്നേരം പലിശയ്ക്ക് കൊടുക്കുന്ന മനുഷ്യൻ ഒരു കയ്യിൽ മാത്രമേ കളിക്കുന്നുള്ളൂ. ഓപ്പോസിറ്റിലുള്ള മനുഷ്യൻ സിസർ വെക്കുന്നു. പക്ഷെ ഈ മനുഷ്യൻ സ്റ്റോൺ വെച്ചത് ഒരു കയ്യിൽ ആയതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നു. ഇപ്പോഴാണല്ലോ അവന്റെ കല്യാണം കഴിഞ്ഞതെന്ന് അവന്മാര് തമ്മിൽ സംസാരിച്ചത്. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവനെ ഷൂട്ട് ചെയ്ത് സെയിൽസ്മാൻ കൊല്ലുന്നു. എന്നിട്ട് പേടിച്ചു വിറച്ചിരിക്കുന്നവനോട്, കൺഗ്രാറ്റുലേഷൻസ്, നീയാണ് ഇതിൽ വിൻ ചെയ്തതെന്ന് പറയുന്നു സെയിൽസ്മാൻ. ഇപ്പൊ നെക്സ്റ്റ് സീനിൽ പോലീസ്മാൻ ആ പലിശയ്ക്ക് കൊടുക്കുന്നവന്റെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോ ഡോർ ലോക്ക് ആയിരിക്കുന്നത് കണ്ടിട്ട് അവൻ അതിന്റെ വിൻഡോയിൽ കൂടെ പിടിച്ചു കയറി അകത്തേക്ക് പോകുന്നു. അന്നേരം അവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ബോസിനെ കാണാനില്ല, രാവിലെ ആ സെയിൽസ്മാനിനെ അന്വേഷിച്ചു പോയ 2 പേരെയും കാണാനില്ല എന്നൊക്കെ ഫോണിൽ പറയുന്നത് ഈ പോലീസ്മാൻ കേട്ടോണ്ട്
കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ജോലി ചെയ്യുന്ന മനുഷ്യൻ കുറച്ച് വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് ഇവനകത്തുള്ളത് അറിയാതെ കതവ് ലോക്ക് ചെയ്തിട്ട് പോകുന്നു. ആ മനുഷ്യൻ പോയി കഴിഞ്ഞ ശേഷം അവിടെയുള്ള ബുക്സ് ഒക്കെ എടുത്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോ ലോക്ക് ചെയ്തിട്ട് പോയിരുന്ന റൂമിൽ ആരോ ഒരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ ആരാണെന്ന് നോക്കാൻ ചെന്നപ്പോൾ അവിടെ ഹീറോ ഒരു ഗണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സെയിൽസ്മാനിനെ കാണുന്നു. കണ്ടിട്ട് ഒത്തിരി ആയല്ലോ, 2 വർഷമായിട്ട് നീ എന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നു സെയിൽസ്മാൻ. അതിന് നമ്മുടെ ഹീറോ ഞാൻ നിനക്ക് താങ്ക്സ് പറയണമെന്ന് ഓർത്തിരിക്കുവായിരുന്നെന്ന് പറയുന്നു. അതിന് സെയിൽസ്മാൻ താങ്ക്സോ എന്തിനെന്ന് ചോദിക്കുന്നു. ഹീറോ അതിന് ആ ഗെയിമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഞാൻ അതിൽ ജയിച്ചതിനും ഒക്കെയാണ് നിനക്ക് താങ്ക്സ് പറയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതെന്ന് പറയുന്നു. അന്നേരം സെയിൽസ്മാൻ നീ എന്തിനാ എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും എന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല, നിന്നെ ഈ ജോലിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവന്മാരെയാണ് ഞാൻ കാണേണ്ടത്, അവന്മാരെ മീറ്റ് ചെയ്യാൻ എനിക്ക് നീ അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് സെയിൽസ്മാൻ നിനക്ക് എന്താണ് പറയേണ്ടതോ അത് നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവർക്ക് മെയിൽ ചെയ്ത് ഇൻഫോം ചെയ്തോളാം എന്ന് പറയുന്നു. അതിന് ഹീറോ അത് ഞാൻ നിന്നോട് പറയത്തില്ല, ഞാൻ അവരോടെ പറയത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് സെയിൽസ്മാൻ ഞാൻ ഈ പൊസിഷനിൽ വരാൻ എന്തോരം ട്രൈ ചെയ്തതാണെന്ന് നിനക്കറിയാമോ? വെറുതെ ഒന്നും ആരും എനിക്ക് ഈ പൊസിഷൻ തന്നിട്ടില്ല. ആ ഗെയിമിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, അതിൽ തോക്കുന്നവരുടെ ഡെഡ് ബോഡിയൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്, പിന്നെ അവര് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഒരു ദിവസം എന്റെ അച്ഛനെ പോലും ഈ ഗെയിമിൽ തോറ്റത് കൊണ്ട് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊന്നു എന്നൊക്കെ സെയിൽസ്മാൻ പറയുന്നു. എന്നിട്ട് സെയിൽസ്മാൻ കയ്യിൽ ഒരു ഗൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയ്ക്ക് നേരെ നീട്ടി ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിൽ ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് ഹീറോ രക്ഷപ്പെടുന്നു. എന്നിട്ട് സെയിൽസ്മാൻ ഹീറോയോട് നമുക്കൊരു ഗെയിം കളിക്കാം എന്ന് ചോദിക്കുന്നു. ആദ്യം കളിച്ച ആ സെയിം ഗെയിം തന്നെയാണ്. ആര് ചാകും എന്നുള്ളത് ലക്ക് ബേസ് ചെയ്താണ് ഉള്ളത് ഈ ഗെയിമിൽ. അവിടെ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സീനിൽ നമ്മുടെ പോലീസ് ഓഫീസറിനെ കാണിക്കുന്നു. ഇവിടെ അവരുടെ ഡോക്യുമെന്റ് ഒക്കെ സെർച്ച് ചെയ്ത പോലീസ് ഓഫീസറിന് നമ്മുടെ ഹീറോയുടെ അഡ്രസ്സ് കിട്ടുന്നു. ഇപ്പോ ആ അഡ്രസ്സും എടുത്തുകൊണ്ട് ഹീറോയിനെ അന്വേഷിച്ച് ഹീറോയുടെ പ്ലേസിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ പോലീസ് ഓഫീസർ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയും സെയിൽസ്മാനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം നമ്മുടെ ഹീറോയാണ് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷെ ചാകുന്നില്ല. ഇപ്പൊ സെയിൽസ്മാനിന്റെ ടേൺ. സെയിൽസ്മാൻ തോക്ക് വായിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, അവനും ചാകുന്നില്ല. ഇങ്ങനെ മാറ്റി മാറ്റി ഷൂട്ട് ചെയ്യുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും ബുള്ളറ്റ് ഇതിലുണ്ട്. ഇത് ഹീറോയുടെ ടേണുമാണ്. ഗൺ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പൊ നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഗൺ നിന്റെ അടുത്തുള്ളത് കൊണ്ട് എന്നെ നിനക്ക് ഷൂട്ട് ചെയ്യാം എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നു. വേണമെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്തിട്ട് എന്റെ പോക്കറ്റിലുള്ള അഡ്രസ്സിൽ പോയി നിനക്ക് അവരെ കണ്ടുപിടിക്കാന്ന് പറയുന്നു. എന്നിട്ട് നീ മാത്രം എങ്ങനെ ഗെയിമിൽ വിൻ ചെയ്തത്? അത്രയും പൈസ നിനക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് നീ ട്രാഷ് ക്യാനിൽ കിടക്കുന്ന ഒരു വേസ്റ്റ് ആണ്, കാറ്റ് വീശിപ്പോ ട്രാഷ് ക്യാനിൽ നിന്ന് പറന്നുപോയി രക്ഷപ്പെട്ട ഒരു വേസ്റ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഗെയിമിന്റെ റൂൾസിനെ ഫോളോ ചെയ്യുന്നു. ഗൺ എടുത്ത് ഹീറോ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഹീറോ ചാകുന്നില്ല. ഇപ്പൊ ഗൺ തിരിച്ച് സെയിൽസ്മാന്റെ കയ്യിലേക്ക് കൊടുക്കും. തിരിച്ചവൻ ചോദിച്ച ആ ചോദ്യങ്ങളൊക്കെ തന്നെ അവനോട് നമ്മുടെ ഹീറോ ചോദിക്കുന്നു. ഞാൻ ട്രാഷ് ആണെങ്കിൽ നീ വാലാട്ടുന്ന വിശ്വാസമുള്ള ഒരു നായ്, അത്രയുള്ളൂ നമുക്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നു. ഇപ്പൊ സെയിൽസ്മാനും റൂൾസ് ബ്രേക്ക് ചെയ്യാതെ അവനെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. അന്നേരം ഈ പ്രാവശ്യം ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് സെയിൽസ്മാൻ മരിക്കുന്നു. ഇതോടുകൂടി സീസൺ 2 എപ്പിസോഡ് 1 ഇവിടെ എൻഡ് ആകുന്നു.